ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രഡീഷണൽ സ്നാക്കായ നെരിപ്പടമാണ്. ഇത് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഇത്രയാണ് എടുക്കുന്നത്. ഇതിലേക്കുള്ള മസാല ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചാണ്. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൂടി ഒരുമിച്ച് ഇട്ടാണ് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫുഡ് പ്രോസസ്സറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 4 അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് മല്ലിയിലയും 4-5 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് വേറെ പൊടികളൊന്നും ഇനി ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ആവശ്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ സാധാരണ നമ്മൾ മസാല ആക്കിയെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് തന്നെ മസാല തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് മസാല ആക്കിയെടുക്കാം. ഞാനിത് ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി 3 ടേബിൾ സ്പൂണ് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മിക്സ് മുഴുവനായി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് നന്നായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഉപ്പൊക്കെ നോക്കി ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല ഒരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മസാല റെഡിയാവുന്ന നേരം കൊണ്ട് ഇതിലേക്ക് വേണ്ട ബാറ്റർ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് കുതിർത്ത് വെച്ച ഗീ റൈസ്, ബിരിയാണി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഈ റൈസിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്താണ് അരച്ചെടുക്കാൻ പോകുന്നത്. 1/2 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വരാം. ഈ അരപ്പിലേക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മുട്ടയും കൂടി ചേർത്താണ് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് നമുക്കിതിനാവശ്യം. ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഒന്ന് വഴറ്റി എടുത്താൽ മതിയാവും. മസാല റെഡി ആയിട്ടുണ്ട്. നന്നായി വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 2 മുട്ടയുടെ വൈറ്റാണ് എടുക്കുന്നത്. ഏകദേശം 4 മുട്ടയോളം വേണ്ടി വരും. ആദ്യം നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്ത് ഇതിൻ്റെ പത വെച്ചാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്നത് പോലെ നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. വൈറ്റ് മാത്രം ചേർക്കാതെ മുട്ട മുഴുവനായും ചേർത്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് മാത്രം ചേർക്കുന്ന സമയത്ത് നന്നായി പതഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് വൈറ്റ് മാത്രം ചേർത്തത്. ഇതുപോലെ ഈ പത വെച്ചാണ് നമ്മൾ ഈ സ്നാക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഡീപ്പായിട്ടുള്ള പാനാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് ഗീയാണ് ചേർത്തത്. ഗീ ചേർത്തൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായി ചൂടാകാൻ തുടങ്ങുമ്പോൾ നമുക്കിതാ പത ഒഴിച്ച് തുടങ്ങാം. അതുപോലെ ലോ ഫ്ലെയിമിലാക്കി
നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.